എൻ്റെ വീട് വരുന്നത് അർക്കിപ്പടിയിലാണ്. കമ്പനിയുടെ തേർഡ് റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇപ്പോൾ പ്രസന്റേഷൻ കേട്ട സമയത്തൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒരുപാട് ലീഡേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഇതുപോലെ വന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്താണ് ഒരു ദിവസം വരിക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദിവസം വരുമോ, എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ മീറ്റിങ്ങിൽ ഇരുന്ന് ആലോചിച്ചൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദിവസമാണ്. അപ്പൊ എല്ലാ ലീഡേഴ്സിനോടും പാർട്ട്നേഴ്സിനോടും അതിലുപരി ദൈവത്തോടും നന്ദി പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോ ഏതൊരു പ്രോഗ്രാമിന്റെയും എന്താ പറയുന്നേ, ഗംഭീരമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അതിന്റെ MC ആണ് അല്ലെ. അപ്പൊ ആ MC നല്ല രീതിയിൽ കുഞ്ഞുമോൾ മാഡം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വലിയൊരു അഭിനന്ദനം നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ നമ്മളിലേക്ക് വളരെ നന്നായിട്ട് ശ്രീജ മാഡം എത്തിച്ചു. സ്ക്രീൻ ഷെയറിങ് കുറച്ച് വൈകിയെങ്കിൽ പോലും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് മാഡം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവസാനം പ്രതികൂലമായ സാഹചര്യം വന്നിട്ട് കൂടി മാഡം അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എഫേർട്ടിന് അഭിനന്ദനം പറയാതിരിക്കാൻ വയ്യ. ശ്രീജ മാഡത്തിനും വളരെയധികം അഭിനന്ദനം നേരാണ്. ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഫിജി കാർഡിൽ ഞാൻ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാനുണ്ട്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഫിജി കാർഡ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് മുൻപ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ സ്വദേശം എന്ന് പറയുന്നത് കോതമംഗലമാണ്. അവിടെ ഒരു സാധാരണ കുടുംബത്തില് എൻ്റെ അച്ഛൻ ബാർബറായിരുന്നു. അച്ഛനിപ്പ ഇല്ല. അമ്മ ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പോ ഞങ്ങൾ 2 മക്കളാണ്. അപ്പം സാധാരണ എന്താ പറയുക, യാതൊരുവിധ സ്വപ്നങ്ങളൊന്നും കാണാൻ യാതൊരു ഇതും ഇല്ലാതെ അന്നന്ന് ജീവിച്ചു പോകുന്ന ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതും. ഡിഗ്രി വരെ പഠിപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചത്. തുടർന്ന് അങ്ങോട്ട് തുടർപഠനം നടത്താനുള്ള സാഹചര്യം മോശമായതിനെ തുടർന്ന് പഠിത്തം നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിലേക്ക് ടീച്ചേഴ്സിന്റെ വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും എൻ്റെ ഒരു ഫ്രണ്ട് വഴി അവിടേക്ക് പോകാൻ എനിക്കൊരു അവസരം കിട്ടുകയും ചെയ്തത്. എന്താ പറയുന്നേ, മുങ്ങി താഴാൻ പോകുന്നവന് ഒരു വൈക്കോൽത്തുരുമ്പ് കിട്ടി അതൊരു ആശ്വാസം എന്ന് പറഞ്ഞ് അതിൽ പിടിച്ച് രക്ഷപ്പെടുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ നമ്മൾ അറിയാതെ കയറി പിടിച്ചു പോകൂല, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തുടർ പഠനം എന്നൊരു ചിന്ത ഉപേക്ഷിച്ച് ഇന്നിപ്പോ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഫിജി കാർഡിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപേ എനിക്ക് സങ്കടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പോ ആ ഒരു 5 വർഷക്കാലത്തോളം ഞാൻ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ വിവാഹം. അപ്പം എങ്കിലും എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് ചെറിയൊരു വരുമാനമാണെങ്കിലും കിട്ടിയില്ലേ, നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്തു. അത്യാവശ്യം വീട്ടിലേക്ക് കൊടുക്കാനും സാധിച്ചു. ചെറിയ ചെറിയ തൂക്കത്തിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടി. അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു. കല്യാണം കഴിഞ്ഞെങ്കിലും എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അറിയാലോ, ചെറിയ ചെറിയ വരുമാനം കിട്ടിയിട്ട് പെട്ടെന്ന് അത് ഇല്ലാണ്ടാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നമുക്ക് നടക്കണം എന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം അന്നേരം നടക്കാത്തത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവാം. ദൈവം വേറെ എന്തൊക്കെയോ നമുക്ക് വേണ്ടി കരുതി കൂട്ടുന്നുണ്ട്. അത് കടന്നു പോകുന്ന വഴികൾ കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ദൈവത്തിന് നമ്മളെ കുറിച്ച് നല്ലൊരു പ്ലാനും പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന, എൻ്റെ അനുഭവത്തിലൂടെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ വിവാഹം കഴിഞ്ഞു, മക്കളായി, ജോലിക്ക് പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ സ്വപ്നങ്ങളൊക്കെ അടുക്കളയിലും ഒരു വീട്ടിലൊക്കെ എന്താ പറയുന്ന അടിയറ വെച്ച് ഭർത്താവ് കുടുംബം എന്നൊരു രീതിയിൽ മുന്നോട്ട് പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കാണ്. അപ്പം ഏജ് ഓവറായി. അപ്പം മനസ്സിലായി ഇനി പിള്ളേരെയൊക്കെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ അവരെയൊക്കെ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആളില്ല എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ജോലിക്ക് പോകേണ്ടുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ മതി. അതോടുകൂടി ആ ആഗ്രഹവും തീർന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പൊ ഹസ്ബൻഡ് പുറത്തേക്ക് ജോലിക്ക് പോയി. അപ്പൊ അത്യാവശ്യം കടവും ബാധ്യത, ഒരു വീട് പണിതിനെ തുടർന്ന് ലോണും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ അതിന്റെ ബാധ്യതയൊക്കെ പെട്ട് നിൽക്കുന്ന സമയത്ത് ഞാനാണ് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. അങ്ങനെ പോയ സമയത്ത് അർക്കപ്പടിയിൽ വെച്ചാണ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ മകൻ അംഗൻവാടിയിൽ പഠിച്ച സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഒരു ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. ഒരു സാധനം വാങ്ങാനൊരു ലേഡി ഫാൻസി സ്റ്റോറിൽ കയറിയതാണ്. അപ്പൊ ആളവിടെ ഉണ്ട്. അപ്പൊ എന്നെ കണ്ടു, കുറെ നാളായാലും കണ്ടിട്ട് എന്നൊക്കെ പരിചയം പുതുക്കി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പം തിരിച്ചു ചോദിച്ചപ്പോ ആളെ എങ്ങനെ പറഞ്ഞു, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് ആണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ആള് എന്നോട് പ്ലാൻ പറയുന്നതിന് മുന്നേ തന്നെ എന്നോട് തുകയാണ് ആദ്യം പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളൊക്കെ പ്ലാൻ പറയാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എത്ര പോയിന്റ് ആണ് എടുക്കേണ്ടതെന്നും അതിന്റെ
തുകയുമാണ് എന്നോട് ആദ്യമേ സംസാരിച്ചത്. അതോടുകൂടി ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, ഞാൻ എന്തായാലും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ വെറുതെയാണ്, തട്ടിപ്പാണ്, ഇതൊന്നും ശരിയാവില്ല എന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു. പക്ഷെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് മുഴുവൻ കേട്ടു. ആൾ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ ഒന്നും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അപ്പൊ ക്യാഷ് ആദ്യം പറഞ്ഞത് കൊണ്ട് തന്നെ എന്താ തന്നെ ആയാലും അത്രയും രൂപ എനിക്ക് എന്റെ ഹസ്ബൻഡ് വഴിയോ അല്ലെങ്കിൽ എനിക്ക് യാതൊരു രീതിയിലും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ആളോട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നില്ല, നമ്പറൊക്കെ വാങ്ങിയെടുത്തു. ഞാൻ ഓക്കെ പറഞ്ഞു വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്താണ് വാട്സപ്പിലേക്ക് കുറെ വീഡിയോസ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ പല പാർട്ട്നേഴ്സ് വഴി അല്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളോട് ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഞാൻ അന്ന് ചെയ്തത് മോശമായി പോയി എന്ന് എനിക്ക് ഇന്ന് തോന്നുകയാണ്. അപ്പൊ ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. പിന്നെ ആളെന്നെ വിളിച്ചു, 1-2 വട്ടം വിളിച്ചപ്പോ എടുത്തു. പക്ഷെ പിന്നീടായപ്പോ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി, ഞാൻ ഫോൺ എടുക്കാതെയായി. അങ്ങനെയായി കഴിഞ്ഞപ്പം പിന്നീട് വേറെ ആളുകള് വിളിക്കാൻ തുടങ്ങി. ഞാൻ അറിയില്ല, കണ്ടിട്ടുണ്ട് പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. വേറെ നമ്പറിൽ നിന്ന് കോളുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കും. ഇത് ഇന്ന കാര്യത്തിനൊന്നും മനസ്സിലാവുമ്പോൾ വീണ്ടും ആ കോൾ എടുക്കാതെയായി. അങ്ങനെ നിരന്തരം കോളുകളായി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മോളി മാഡം. അന്ന് എനിക്ക് അറിയില്ലല്ലോ ഇന്ന ആളാണെന്നൊന്നും അറിയില്ല. ഒരു ദിവസം വിളിച്ചു, ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. വളരെ ലളിതമായിട്ട്, എന്താ പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അതിനു മുന്നേ തന്നെ എന്നെ ഫോളോ അപ്പ് ചെയ്ത വ്യക്തി എന്നെ വിളിക്കുകയും വീട്ടിലേക്ക് ഒന്ന് വന്നോട്ടെ, നേരിട്ട് ഫോണിൽ കൂടി കണ്ടാൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാവില്ല, വീട്ടിൽ വന്ന് സംസാരിക്കാമെന്ന് പറയും. അപ്പൊ നമ്മുടെ ഇന്ന് 7ാമത്തെ റാങ്കിൽ നിൽക്കുന്ന നമ്മുടെ അനിത മാഡത്തെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. അപ്പം വളരെ വ്യക്തമായിട്ട് ഞാൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചു. അന്നത്തെ എന്റെ ആകാംക്ഷ കൊണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു വരുമാനം വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കേട്ട സമയത്ത് ഇതിലേക്ക് എനിക്ക് അങ്ങനെ മൈൻഡ് വന്നില്ല, ചെയ്യണമെന്ന ആഗ്രഹമൊന്നും എനിക്ക് വന്നില്ല. എന്തൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുറെയൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, കുറെയൊക്കെ മനസ്സിലായി. വരുമാനം കിട്ടുന്ന എന്തോ ഒരു സംഗതിയാണെന്നൊക്കെ മനസ്സിലായി. ബോബി സാറിന്റെ ബിസിനസ് ആണെന്ന് മനസ്സിലായി. അവര് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് മോളി മാഡം വിളിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചതും. അപ്പോ അങ്ങനെ സംസാരിച്ച സമയത്ത് എനിക്കും ചെയ്താൽ കൊള്ളാലോ, കാരണം എനിക്ക് മക്കളെ വിട്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് മക്കളെ വിട്ട് വേറൊരു ജോലിക്ക്, ഒരു ഓഫീസ് വർക്കോ വീടിന് പുറത്തേക്ക് ഇറങ്ങി പോയി ചെയ്യാനുള്ള സാധ്യതയില്ല, സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് വേറെ ജോലിക്ക് ശ്രമിക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, ടീം വർക്കാണ്, ലീഡേഴ്സിന് സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ എല്ലാം പറഞ്ഞ സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യാനുള്ള മനസ്സ് വന്നില്ലെങ്കിൽ പോലും പകുതി മനസ്സായി, സംഭവം കൊള്ളാമല്ലോ എന്നൊരു രീതിയിലേക്ക് വന്നു. പിന്നെ നമ്മുടെ ബോച്ചെ സാറ് പറയുമല്ലേ, എന്താണ്, ഫോളോ അപ്പ്, നമ്മൾ നേടുന്നത് വരെ, അല്ലെങ്കിൽ ഡു ഓർ ഡൈ എന്ന് പറയുന്നത് പോലെ നമ്മൾ നേടുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു വാക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. നിരന്തരമായ ഫോളോ അപ്പിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നു എന്ന് വേണം പറയാനായിട്ട്. പകുതി മനസ്സോടെയും പകുതി മനസ്സോടെയൊക്കെയാണ് അതിലേക്ക് കാലെടുത്ത് വെച്ചത്. എങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു വരുമാനം വേണം എന്നുള്ളത്. കാരണം ഭർത്താവ് കുഴപ്പമില്ല, നമുക്ക് വീടുണ്ട്, അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് മുടക്കം കൂടാതെ ചെയ്ത് തരുന്നുണ്ടെങ്കിലും പലപ്പോഴും എനിക്ക് എൻ്റെതായ ആവശ്യങ്ങൾ, എൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എല്ലാം ഒരാളോട് തന്നെ പറയണ്ടേ, എല്ലാം നിസ്സാര കാര്യം, ഒരു പൊട്ട് വാങ്ങാനാണെങ്കിൽ ആളുടെ മുന്നിൽ കൈ നീട്ടണ്ടേ എന്നൊക്കെ എനിക്ക് മടിയായിരുന്നു. അപ്പൊ അങ്ങനെ പല പല ആഗ്രഹങ്ങളും എനിക്ക് വേണമെന്ന ആഗ്രഹം ഉണ്ടായിട്ട് പോലും പറഞ്ഞാൽ വാങ്ങിത്തരും, പക്ഷെ ഞാൻ പറയാറില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോ നമുക്ക് ഉള്ളിലല്ലേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം ചെറിയൊരു തുകയാണെങ്കിൽ പോലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചത്. അപ്പം ഒന്നും അറിയാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മനസ്സിലായി എന്ന് മാത്രം പറയാം. പക്ഷെ ഇതിലേക്ക് കടന്നു വന്നതിന് ശേഷം ആണ് ഫിജിക്കാട്ട എന്താണ് എന്നെനിക്ക് മനസ്സിലായത്. ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലേ നമ്മൾ രാവിലെ അറ്റൻഡ് ചെയ്യുന്ന 7 AM, അതുപോലെ ഒരുപാട് പ്രോഗ്രാംസ്, BOP ആയിക്കോട്ടെ, AOP ആയിക്കോട്ടെ, ഫിസിക്കൽ BOP ആയിക്കോട്ടെ, ഡിജിറ്റൽ ആയിക്കോട്ടെ, അതെല്ലാം മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് അറിയാനൊരു ആകാംക്ഷയായിരുന്നു. കാരണം ഇത് എന്താ സംഭവം എന്നൊന്ന് മനസ്സിലാക്കി എടുക്കണമല്ലോ. അപ്പോ അങ്ങനെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടു, കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ചെയ്താൽ കിട്ടും, നമ്മൾ പ്രയത്നിച്ചാൽ, നമ്മൾ തന്നെയല്ല, ഒരു ടീം വർക്കാണ്, ചെയ്താൽ കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ഞാനത് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി എന്നുള്ളതാണ്.
അപ്പോ ബോബി സാറിന്റെ ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാം, ചെമ്മണ്ണ ഗ്രൂപ്പിന്റെ ആണ് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ സാറിന് ഇതിലേക്ക് വന്നതിന് ശേഷം കടയുടെ കാര്യം മാത്രമേ എനിക്ക് അന്ന് അറിയാൻ പാടുള്ളൂ. അപ്പോ അങ്ങനെ കയറി വന്നു, ടീമിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അത് തുടക്കത്തില് കയറി വന്ന 2 മാസത്തോളം എന്റെ കൂടെ ആരും ജോയിൻ ആയില്ല. പക്ഷെ അന്നേരമൊക്കെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് എങ്കിലും എന്റെ മൈൻഡ് ഒരു ആശങ്കയായിരുന്നു. ഫസ്റ്റ് ജോയിനിങ്ങിനൊക്കെ തുടക്കത്തിലെ തോന്നാവുന്ന ഒരു സംശയം, എന്റെ കൂടെ ആരും വരില്ലേ, കാര്യം പൈസ കൊടുത്തു പ്രോഡക്റ്റ് വാങ്ങാമല്ലോ. പക്ഷെ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വന്നത്. പക്ഷെ ജോയിനിങ് വരാതെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. ഞാനപ്പോ അതെന്റെ ലീഡറോട് ഒക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. എന്ത് വിഷമവും എന്ത് ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായാലും ഞാൻ അപ്പൊ ഷെയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് സിസ്റ്റത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പം നല്ല രീതിയിൽ ബിസിനസ് ഞാൻ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഇത് ഫിജി കാർട്ട് എന്ന് പറയുന്നത് ഒരു വരുമാന മാർഗം മാത്രമല്ല. വരുമാനത്തിലുപരിയായിട്ട് നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നേടേണ്ടതെന്ന് നമ്മളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. നമുക്ക് നെഗറ്റീവ് വേണോ? ഇഷ്ടംപോലെ നെഗറ്റീവ് കിട്ടും. നമ്മൾ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ്സ് നമുക്ക് കിട്ടും. അവരുടെ ആ വാക്ക് കേട്ടിട്ട് നമുക്ക് ഇത് പുറന്തള്ളി കളഞ്ഞ് എനിക്ക് ബിസിനസ് വേണ്ട എന്ന് ഉപേക്ഷിച്ച് പോകാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് പോകാം. അതല്ല, അതിനെല്ലാം തിരസ്കരിച്ച് നെഗ്ലക്റ്റ് ചെയ്ത് ഇത് എന്റെ മാത്രം ആവശ്യമാണ്, ഇത് ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ ഇതിൽ ഉണ്ടാകും, ഈ സിസ്റ്റം ഫോളോ ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആര് തളർത്താൻ നോക്കിയാലും നമ്മൾ തളരില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു വിശ്വാസമാണത്. അപ്പം പ്രോഗ്രാംസുകൾ മുടങ്ങാതെ കേൾക്കുന്നത് കൊണ്ടും ലീഡേഴ്സ്മാരോട് എൻ്റെ എല്ലാ പ്രോബ്ലംസും ഷെയർ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ജോയിനിങ് ഒക്കെ വന്നു. ലീഡർമാരുടെ സപ്പോർട്ടോട് കൂടി ഫോളോ അപ്പിലൂടെ ഒക്കെ പതുക്കെ ടീം ബിൽഡായി തുടങ്ങി. അതുകൂടാതെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ജോലി ഇല്ലാതെ വിഷമിച്ച് വീട്ടിലിരുന്ന പിള്ളേരുടെ കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ, ഹസ്ബൻഡിന്റെ ഒക്കെ കാര്യം. അതിലുപരിയായിട്ട് ഒരു വരുമാന മാർഗം ഞാൻ നേടിയെടുത്തു എന്നൊരു അഭിമാനമായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ പോകുന്ന സമയത്താണ് തായ്ലൻഡ് ഓഫർ വരുന്നത്. അതിനു മുന്നേ ഒരു പാലക്കാട് ഓഫർ വന്നു. പാലക്കാട് ഓഫർ വന്ന സമയത്ത് ഇതൊന്നും ഞാൻ ഈ ഫിജി കാർട്ട് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഇന്നിപ്പോ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ഹസ്ബൻഡ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ സമ്മതിക്കില്ല. അതൊക്കെ പ്ലാൻ കേട്ട സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, ഇതൊക്കെ തട്ടിപ്പാണ്, നിന്റെ കാശും കൊണ്ട് പോകാനാണ്, ഓൺലൈൻ ബിസിനസ് ആണ്, കുറെ പേർക്ക് കിട്ടി കഴിയുമ്പോൾ അവർ കൊണ്ടുപോകും എന്നിട്ട് എന്നെ ഒരുപാട് നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അറിയാതെ ഞാൻ എന്റെ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഫിജി കാർട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ചത്. പിന്നെ ഈ പറഞ്ഞോണം നിരന്തരമായ ഫോളോ അപ്പ്. ഹസ്ബൻഡ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതിലൂടെയാണ് ചോദിക്കുന്നത്. ആദ്യമൊക്കെ വഴക്ക് പറയായിരുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇല്ലാത്ത കാശ് വെറുതെ എന്തിനാ കളയുന്നത്, ആ കാശിന് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം കാണാലെന്നൊക്കെ പറയും. പക്ഷെ നിരന്തരമായി ആവശ്യപ്പെട്ടതിന് പ്രകാരം എപ്പോഴോ ഒരിക്കൽ സ്വൈര്യം ഉണ്ടാവട്ടെ എന്ന് കരുതി നീ എന്തെങ്കിലും എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു. അത് തന്നെ മുതലാക്കിക്കൊണ്ട് ഞാൻ അപ്പം ക്യാഷ് വേണമല്ലോ, അപ്പൊ ഞാൻ ക്യാഷ് ചോദിച്ചു. അപ്പൊ സത്യം പറഞ്ഞ ക്യാഷ് എടുക്കാനുണ്ടായില്ല. അപ്പോ ഇവിടെ ബാങ്കില് മുത്തൂറ്റില് പണയം വെച്ചായിരുന്ന മാല പണയം വെച്ചേക്കായിരുന്നു, അതിൽ നിന്ന് പോയി കുറച്ച് പൈസ എടുത്തോ, എത്ര രൂപ വേണ്ടെന്ന് വെച്ച് എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അത് പോയെടുത്ത ബാങ്കിൽ പണയം വെച്ച് അതിനകത്തുനിന്ന് പൈസ എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഹസ്ബൻഡിന്റെ ഐഡി അടിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പൈസ വേണമെങ്കിൽ എടുത്ത് എന്റെ കുടുംബശ്രീയിൽ ലോൺ തീർക്കാമായിരുന്നു, എന്റെ ബാധ്യത ഒഴിവാക്കാമായിരുന്നു. അപ്പം അന്ന് മുതൽ ഞാൻ ജോയിൻ ചെയ്ത ദിവസം മുതൽ ആ ദിവസം വരെ, എന്റെ ഹസ്ബൻഡിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ദിവസം വരെ ഓരോ പ്രോഗ്രാമുകളും മുടങ്ങാതെ കേട്ടത് കൊണ്ട് ഇത് എന്താണ് ബിസിനസ് എന്നും മുന്നോട്ട് പോകുന്നവരും വരും കാലഘട്ടങ്ങളിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ആശങ്ക തോന്നിയില്ല, എനിക്ക് ഒട്ടും പേടിയും തോന്നിയില്ല. ഈ പൈസ പോവോ തിരിച്ചു കിട്ടുമോ ഇനിയൊന്നും എനിക്ക് ഒരു സംശയവും തോന്നിയില്ല. അപ്പൊ തന്നെ ലീഡേഴ്സിന് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടുകൊടുത്ത് ഹസ്ബൻഡ് പോലും അറിയാതെ ഹസ്ബൻഡിന്റെ ഐഡി അടിച്ചു. ഹസ്ബൻഡിന് ഫസ്റ്റ് വരുമാനം ഹസ്ബൻഡിന്റെ അക്കൗണ്ടിലേക്ക് വന്ന സമയത്താണ് ആളിത് അറിയുന്നത് തന്നെ. പിന്നെ ഒന്നും പറയാനില്ലല്ലോ അല്ലെ, കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണ്ടാന്ന് ആരും പറയില്ലല്ലോ. അങ്ങനെ എന്റെ ഹസ്ബൻഡിനെ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മകനെ ഇതുപോലെ 100 പോയിന്റ് തന്നെ എടുത്തിട്ടാണ് മകനെ ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ പറയുന്നത്, നമുക്കിതെല്ലാം വേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു വിശ്വാസമാണ്.
നമ്മൾ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. കയറി വന്ന സമയം നമ്മൾ പ്ലാനിൽ കേട്ടു അല്ലെ, ശ്രീജ മാഡം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ. മാച്ചിങ് ബോണസും പെർഫോമൻസ് ബോണസ്, ഇൻഷുറൻസ്, അതുപോലെ അവാർഡ്സ്, റിവാർഡ്സ് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്ത നാളെ തന്നെ കിട്ടുമെന്ന് അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഒരിക്കലും വേണ്ട. പക്ഷെ കിട്ടും. നല്ല രീതിയിൽ ആ സിസ്റ്റം ഫോളോ ചെയ്ത് നമ്മുടെ കമ്പനിയെ വിശ്വസിച്ച്, നമ്മുടെ ലീഡേഴ്സിനെ വിശ്വസിച്ച്, നമ്മുടെ പാർട്ട്നേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയി ആര് നമ്മുടെ കൂടെ വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ സിസ്റ്റം ഫോളോ ചെയ്യും, ഞാൻ കറക്റ്റായിട്ട് ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫിജി കാർഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഫിജി കാർഡ് അതിന് 100 ഇരട്ടി നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. അപ്പം ഇന്ന് SM റാങ്കിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിമാനമാണ്. കാരണം ഞാൻ കൊതിച്ചൊരു റാങ്കാണത് അല്ലേ. നമ്മുടെ കമ്പനിയുടെ ഷെയർ എല്ലാം കിട്ടി തുടങ്ങുന്ന റാങ്കാണ്. നമുക്ക് മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഇൻഷുറൻസ് ഉൾപ്പെടെ നമുക്ക് കിട്ടി തുടങ്ങുന്ന റാങ്കാണ്. കാരണം എനിക്ക് മന്ത്ലി പെർഫോമൻസ് ബോണസ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത്. ആളൊന്നും പറഞ്ഞില്ല. കാരണം എന്തൊക്കെയോ കിട്ടുമെന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പണ്ടുണ്ടായിരുന്ന അത്രയും നെഗറ്റിവിറ്റി ഒന്നും ഇപ്പോഴില്ല. ആൾക്ക് ഇപ്പോഴും 100% ഓക്കെ ആയിട്ടില്ല. എങ്കിൽ പോലും ഇനിയും എന്താ പറയുന്നത്, ഞാൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഹസ്ബൻഡ് മാറി വരുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാനും ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പുതിയ പാർട്ട്നേഴ്സ് ഉണ്ടാകാം ഇതിൻ്റെ അകത്ത്. പാർട്ട്നേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ സ്പോൺസർ ചെയ്ത ആളുകൾ ഒരു പക്ഷേ നമ്മളെ ഇട്ടിട്ട് പോയേക്കാം. അതുപോലെ തന്നെ ആ സ്പോൺസർ ചെയ്ത ആളെ അങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തി ഉണ്ടാവും, നമ്മുടെ മെന്റർ അല്ലെ. അപ്പൊ ആ ആള് നമ്മൾ ഉപേക്ഷിച്ച് പോയേക്കാം. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവർ ചിലപ്പം നമ്മൾ ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിച്ചവരും സെക്കൻഡ് റാങ്കിലേക്ക് എത്തിച്ചവരും ഒക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരൊന്നും കണ്ടില്ലെന്ന് വരാം. ഞാനിതൊക്കെ പറയുന്നത് ഈ പറയുന്ന എല്ലാ സിറ്റുവേഷനും ഫേസ് ചെയ്ത ഒരാളാണെന്ന നിലയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും എന്നെ തളർത്തിയില്ല എന്നുള്ളതാണ്. കാരണം എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും എന്റെ കൂടെ വന്നവരല്ലെ, എന്റെ ലീഡേഴ്സ് ആയാലും പാർട്ട്നേഴ്സ് ആയാലും എന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ സിസ്റ്റത്തിൽ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് SM റാങ്കിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പം എക്സ്പീരിയൻസ് പറയാനായിട്ട് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഫിജി കാർഡിൽ ഞാൻ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഇനിയും ഒരുപാട് ഉണ്ടാവും. കേൾക്കാൻ സാധിക്കുന്നില്ലേ? ഇപ്പൊ പറഞ്ഞതൊന്നും കേട്ടില്ലാട്ടാ. കേൾക്കാൻ പറ്റുന്നുണ്ട്, ഓഡിബിൾ ആണ്. അതിപ്പം കുഞ്ഞുമോൾ മാഡത്തിന്റെ റേഞ്ച് പോയതാവാം ചിലപ്പോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുതിയ പാർട്ട്നേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്ലാൻ കേട്ടു, നല്ല രീതിയിൽ ബിസിനസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബിസിനസ് അറിയില്ലാത്ത, കേവലം ഒന്നും അറിയില്ലാത്ത ആളുകളുടെ വാക്ക് കേട്ട് നല്ലൊരു കൺസെപ്റ്റ് നിർത്തി പോകാനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. കാരണം അത്രയ്ക്ക് ബാക്കപ്പ് ഉള്ള, നമുക്ക് ബോബി സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് കുടിക്കുന്ന പച്ചവെള്ളത്തിന് വിശ്വസിക്കുന്നത് പോലെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അത് ചാരിറ്റിയാണ് അല്ലെ, ശരിക്കും സോഷ്യൽ വർക്കാണെന്ന് പറയാം നമ്മുടെ ഈ ഒരു ബിസിനസ്. അപ്പം അതുപോലെ ബാക്കപ്പ് ഉള്ള ഒരു മാനേജ്മെന്റിന്റെ കീഴിലാണ് നമ്മൾ എല്ലാവരും പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. ആദ്യം വിശ്വസിക്കുക, കമ്പനിയെ മനസ്സിലാക്കുക, ഫിജി കാർഡ് ബിസിനസ് എന്താണ്, വരും കാലങ്ങളിൽ അതിന് സാധ്യത എന്താണെന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കൂടെ വരുന്ന ആളുകളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ചേർത്ത് നിർത്തുക, സിസ്റ്റം ഫോളോ ചെയ്യുക, ലീഡേഴ്സ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക. ഒരു ലീഡേഴ്സും നമ്മളെ നാശത്തിന് വേണ്ടി ഒന്നും നമ്മളോട് പറഞ്ഞു തരില്ല. നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ലത് മാത്രം നമ്മൾ എടുക്കുക. ഇതൊക്കെ ചെയ്താൽ മതി നമ്മൾ വിജയിക്കാനായിട്ട്. എനിക്ക് പാർട്ട്നേഴ്സിനോട് അതാണ് പറയാനുള്ളത്. അതുപോലെ ഇതിനകത്ത് ഗസ്റ്റുകൾ ഉണ്ടാവാം, ഗസ്റ്റുകളോട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. കാരണം നല്ലൊരു കൺസെപ്റ്റാണ്, നമുക്ക് 100% നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്കിതിൽ നിന്ന് വരുമാന മാർഗം മാത്രമല്ല കിട്ടുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ ഒരു സാധാരണ വീട്ടമ്മയായി എനിക്ക് പാസ്പോർട്ട്, ഹസ്ബൻഡ് പുറത്ത് ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് മക്കൾക്കും പാസ്പോർട്ട് നേരത്തെ എടുത്തു വെച്ചിരുന്നു. വിസിറ്റിംഗ് വിസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ടും ഞങ്ങൾ കൊണ്ടുപോയില്ല. പക്ഷെ എനിക്ക് ഇന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ പാസ്പോർട്ടിലെ ഫസ്റ്റ് സീൽ എനിക്ക് വെക്കാൻ സാധിച്ചത് ഫസ്റ്റ് തായ്ലൻഡ് യാത്രയാണ്. അത് ഫിജി കാർഡിലൂടെയാണ് ഞാൻ നേടിയെടുത്തത്. എനിക്ക് അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും. എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും മാറിയിട്ടില്ല. ആ ഒരു 4 ദിവസം സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ്. ആ ഒരു രാജ്യം ചുറ്റി സഞ്ചരിച്ച് ആർത്തുല്ലസിച്ച് സന്തോഷിച്ച ലീഡേഴ്സിന്റെ കൂടെ എനിക്ക് വരാൻ സാധിച്ചത്.
തീരുമാനിച്ചത്. അപ്പം അതുപോലെയുള്ള ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്രകൾ ഉണ്ടാകാം, വരുമാനമാണെങ്കിൽ വരുമാനം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും ഒരു കൽവൃഷ്ടം തന്നെയാണ് ഫിജി കാർട്ട്. അപ്പൊ ഇതിലുള്ള ഗസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒട്ടും അമാന്തം വിചാരിക്കേണ്ട. കാരണം നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തുമാകട്ടെ, ആ ജോലി ഉപേക്ഷിക്കാതെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അധിക വരുമാനമാണ് വേണമെങ്കിൽ, അധിക വരുമാനമാണെങ്കിൽ അങ്ങനെയായിട്ട് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഫിജി കാർട്ടിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പുറത്തു നിന്നുള്ള യാതൊരു നെഗറ്റീവ് ശക്തികളെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മളത് മനക്കരുത്തോടു കൂടി നമ്മളെ ബിസിനസ്സിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ എന്ത് കാര്യമില്ല, ഇപ്പം എക്സാം എഴുതുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും, എല്ലാം പഠിച്ച കുട്ടികൾക്ക് ആ എക്സാമിനെ പേടി ഉണ്ടാവില്ല, അല്ലെ? ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നാലും എഴുതാൻ പാകത്തിന് അവർ പ്രാപ്തരായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഫിജി കാർട്ട് ബിസിനസ്. ഓരോ ദിവസവും അപ്ഡേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അറിവ് ഒന്നും ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ നമ്മൾ പ്ലാനിൽ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കും. ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമ്മുടെ ടീമിന്റെ കൂടെ നമുക്ക് വരുമാനവും നമുക്ക് ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിൽ അങ്ങനെ, മാനസികമായ സന്തോഷമാണെങ്കിൽ അങ്ങനെ. എന്താ ഫിജി കാർട്ടിനെ പറ്റി പറയേണ്ടതൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം എന്തോരം പറഞ്ഞാലും നമുക്ക് മതിയാകില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ ഫിജി കാർട്ട്. അപ്പൊ ഞാൻ എന്തായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. എന്റെ കൂടെ വന്നവരോ അല്ലെങ്കിൽ എന്റെ ലീഡേഴ്സോ ആര് തന്നെ ഇല്ലെങ്കിലും ഞാൻ ഈ സിസ്റ്റത്തിൽ ഉണ്ടാവും. കാരണം നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ പിടിക്കാൻ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. വളരെ നല്ല ടീം സപ്പോർട്ടാണ്. അപ്പോൾ അവരുടെ കൂടെ എന്തായാലും ആ ഒരു ലക്ഷ്യം, അതെന്താ പറയാ, നമ്മുടെ ലക്ഷ്യം എന്താണ് അല്ലേ? നമുക്ക് 1 കോടി രൂപ എന്ന് പറയുമെങ്കിൽ നമ്മൾ എത്ര വർഷം നമ്മൾ ജോലി ചെയ്താലും നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത തുകയാണ് അല്ലേ? നമ്മൾ ഫിജി കാർട്ട് ആ യാത്ര പൂർത്തിയാക്കുന്ന സമയത്ത്, NSTM റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏകദേശം 5 കോടി രൂപയ്ക്ക് അടുത്ത് ക്യാഷും അതിനപ്പുറം അംഗീകാരമാണ് അല്ലേ? അതാണ് എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് വരുമാനം മാത്രമല്ല, നമുക്ക് അംഗീകാരവും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിലയും, സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നമുക്ക് വില നേടിത്തരാൻ പറ്റുന്ന കൺസെപ്റ്റ് കൂടിയാണ് ഫിജി കാർട്ട്. നമുക്ക് വേറെ എങ്ങും നമുക്ക് കിട്ടില്ല ഇതുപോലെ ഒരു വാല്യൂ. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി സ്റ്റാർസിന്റെ ഈ ഒരു BOPയിൽ എനിക്ക് ഗസ്റ്റ് ആവാനായിട്ട് എൻ്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടന്നത്. അപ്പൊ ആ ഒരു അവസരം എന്നിലേക്ക് എത്തിച്ച എൻ്റെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഓൾ.